ഹലോ, അസ്സലാമു അലൈക്കും. കുറച്ച് നാളായി ഞാൻ വീഡിയോ ആയിട്ട് വന്നിട്ട്. കാരണം മറ്റൊന്നുമല്ല, എൻ്റെ ഫൈസൽക്കാടെ ഉമ്മ മരണപ്പെട്ട്. അപ്പോൾ അതിൻ്റെ ഇതായിട്ട് ഞങ്ങൾ നാട്ടിലായിരുന്നു. ഫെബ്രുവരി 22 ഉമ്മ മരണപ്പെട്ടത്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും ദുആയിൽ ഞങ്ങളുടെ ഉമ്മാക്കും ഒരിടം നൽകണമെന്ന് ഞാൻ വിനീതമായി ഇങ്ങോട്ട് പറയുകയാണ്. പിന്നെ ഞാൻ ഈ ഒരു വോയിസ് പറയാനായിട്ടാണ് ഈ ഒരു ചെറിയ ഒരു ക്ലിപ്പും കൂടെ കാണിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം റീപ്ലാന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളെല്ലാം. അതിൻ്റെ ഒരു വീഡിയോയും കൂടെ ഇതിൽ കൂടെ ഞാൻ ഉൾപ്പെടുത്തിയത് മാത്രമേ ഉള്ളൂ. കാരണം ഈ ഒരു വോയിസ് വരുന്ന ആ ഒരു ടൈം വേണമല്ലോ. വീഡിയോ ഇടാത്തതിൻ്റെ കാരണം നിങ്ങൾ ഒരുപാട് പേര് എനിക്ക് പേഴ്സണൽ മെസ്സേജ് വന്നു, അതുകൊണ്ടാണ് ഞാനിത് ഇടുന്നത് കേട്ടോ. പിന്നെ ഇന്ന് ഞങ്ങൾക്ക് ഒരു ഇഫ്താർ പാർട്ടി ഉണ്ടായിരുന്നു ഇവിടെ KMCCയുടെ മൊബൈലയുടെ സെക്ഷൻ്റെ ഒരു ഇഫ്താർ പാർട്ടി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ക്ലിപ്പുകളും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇത് ഇഫ്താറിന് മുന്നേ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. കാരണം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുക വെച്ചാൽ ലേഡീസ് സെക്ഷനിലാണല്ലോ നമ്മളിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ എന്നാലും ഞാൻ ചെറുതായിട്ട് നിങ്ങൾക്കൊന്ന് കാണിക്കാനായിട്ട് വളരെ ഒരു ഗ്രാൻഡായിട്ടുള്ളൊരു ഇഫ്താർ തന്നെ ആയിരുന്നു കേട്ടോ. മൊബൈലിലായിരുന്നു. പിന്നെ മൊബൈലിലെ നെസ്റ്റോടെ തൊട്ടടുത്ത് വെച്ചിട്ടുള്ള ഒരു ഗ്രൗണ്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. മാഷാ അല്ലാ, വളരെ ഭംഗിയായിട്ട് തന്നെ എല്ലാവരും പോയി നോമ്പുതുറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ടെത്തി. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പും കൂടി ഞാൻ ഇതിലോട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കാരണം കുറച്ച് ദിവസത്തിലധികം നമുക്ക് വീഡിയോ ഇടാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വളരെ രീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കും. അത് വീഡിയോ ചെയ്യുന്നവർക്കും എല്ലാവർക്കും അറിയാം. അത് ഞാൻ പ്രത്യേകമായിട്ട് പറയേണ്ടതില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു പ്രൊഫഷണൽ ഇത് ആക്കി കണ്ടതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇട്ടേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അവസ്ഥയിലും ചെറുതായിട്ട് ഇങ്ങനെ ഇടാമെന്ന് ഞാൻ കരുതിയത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗംഭീരമായ ഒരു ഇഫ്താർ തന്നെ ആയിരുന്നു. ഇതുപോലൊരു ബോക്സ്, എല്ലാവർക്കും ഒരേ ബോക്സ്, അത് വളരെ സൗകര്യമായിരുന്നു. കാരണം അതിലെല്ലാം ഉണ്ടായിരുന്നു. ഡേറ്റ്സ്, ഫ്രൂട്ട്സ്, സ്നാക്സ്, അതുപോലെ തന്നെ റൈസ്, വാട്ടർ, എല്ലാം നമ്മളൊരു ഇഫ്താറിന് വേണ്ട എല്ലാ ഐറ്റംസും ആ ഒരു ബോക്സിൽ ഉൾപ്പെടുത്തി. ഇഫ്താർ കഴിഞ്ഞതിന് ശേഷമുള്ള കാഴ്ചയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് കഴിക്കുന്നവർക്ക് കഴിക്കാം, അല്ലാത്തവർക്ക് അത് കൊണ്ടുപോകാം. ആ ഒരു സെറ്റപ്പിലാണ് അവർ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് വളരെ ഉപകാരപ്പെട്ട ഒരുപാട് പേർക്ക്. ഞാനതുപോലെ തന്നെ തുറന്ന സമയത്തുള്ള മാത്രം കഴിച്ച് ബാക്കി ഞാൻ ആ ബോക്സ് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് കേട്ടോ. പിന്നെ മക്കളും ലേഡീസിന് വേറെ സെക്ഷൻ, ജെൻസിന് വേറെ സെക്ഷൻ ആയിരുന്നു. അപ്പോൾ എൻ്റെത് കഴിഞ്ഞ് ഞങ്ങൾ അവരും കൂടെ ഒരുമിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോകലാണ് ഉണ്ടായത്. ഇഫ്താറിന് ശേഷം അവിടെ ചായയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഈ ഒരു ബോക്സ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾക്കും കൂടി ഒന്ന് കാണിക്കാമെന്ന് കരുതിയാണ്. ഇത് ഇഫ്താറിന് ശേഷമുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.